എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇഫാന്റെയും സാങ്ങിന്റെയും സ്കൂൾ ലൈഫാണ്. തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇഫാന്റെ അമ്മ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിയുടെ വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. ഇതേ സമയം അവൾ കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടാവും അമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം അമ്മ പറയുന്നുണ്ട്, ഇതിന് വേറൊരു ടീച്ചറിനെ വെക്കാനോ അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡിയോ വെക്കാനോ അതിന് എത്ര പൈസ ആവും, എന്റെ കയ്യിൽ നിനക്ക് അത്ര പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ ഇഫാൻ അമ്മയുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റർ ആർട്സ് സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിന് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അതിനെല്ലാം നിങ്ങൾ അവളെ വിട്ടിട്ടുണ്ടല്ലോ എന്ന്. ഇതേ സമയം അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാനുണ്ടാവില്ല. അമ്മ ഒന്ന് പതറി പോവാണ് ഇവളുടെ ഓരോ ക്വസ്റ്റ്യൻ. ഇതേ സമയം അവളെ ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായിന്ന്, സംഭവമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിന് വേണ്ടി എത്ര പൈസ വേണമെങ്കിലും അമ്മയുടെ അടുത്ത് ചെലവാക്കാനുണ്ട്, ഇവളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് പൈസ ഇല്ലാത്തതെന്ന്. ഇതെല്ലാം സാങ്ങും അവിടെ നിന്ന് കാണുന്നുണ്ടാവും. ഇതേ സമയം ഇവളിങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ സാങ്ങും ഇവളുടെ പിന്നാലെ തന്നെ നടന്നു വരുന്നുണ്ടാവും. പിന്നെ കാണിക്കുന്ന സാങ്ങും ഇവളും കൂടി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇവളാണെങ്കിൽ ഭയങ്കര വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇവനാണെങ്കിൽ ഇവളെ പറ്റുന്ന പോലെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം ക്ലാസ് കഴിയും നമ്മുടെ സാങ് ആണെങ്കിൽ ഇവളെടുത്ത് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇവന്റെ പുറകെ പോവാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇഫാൻ ആണെങ്കിൽ സാങ്ങിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇവർ ഒരുപാട് ദൂരം നടക്കുന്നുണ്ട്. ഇഫാൻ ആണെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്നാലും ഇവന്റെ പുറകെ നടക്കാണ്. അവസാനം ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ തന്നെ എലമെന്ററി സ്കൂളിൽ എത്താണ്. ഇവള് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണെന്ന്. അതേസമയം ഇവ പറയുന്നുണ്ട് മിണ്ടാതെ എന്റെ പുറകെ വാന്ന്. അങ്ങനെ ഇവര് അവിടെയുള്ള വാച്ച്മാനെയൊക്കെ കണ്ണു വെട്ടിച്ച് അതിന്റെ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. അങ്ങനെ ഇവര് കുറെ കയറി അവസാനം സ്കൂളിന്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിൽ എത്തുകയാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ പരിപാടി എന്ന്. ഇവനാണ് ഇവളെ ഞെട്ടിച്ചോണ്ട് പറയാണ്, ഇവിടുന്ന് ഇനി തൊട്ട് നിനക്ക് ഡാൻസ് കളിക്കാന്ന്. ഇത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടുന്നുണ്ടാവും. സംഭവം അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ പാഷനെ തന്നെ തകർക്കാണല്ലോ, അവളുടെ അടുത്ത് പഠിക്കേണ്ട എന്നാണല്ലോ പറയുന്നത്. എന്നിട്ടും ഇവനാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇവളുടെ കണ്ണിന്നൊക്കെ കണ്ണുനീര് വരുന്നുണ്ടാവും. അങ്ങനെ അവൾ അവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. സാങ് ആണെങ്കിൽ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവളുടെ ഡാൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സീന് കാണിച്ച് നമ്മുടെ പ്രസന്റ് ലൈഫിലേക്ക് വരികയാണ്. ഈ സീനിൽ കാണിക്കുന്ന നമ്മുടെ ഇഫാൻ ആണെങ്കിൽ കിടന്ന് ഉറങ്ങായിരിക്കും. ഇതേ സമയം ഇവൾ എന്തോ സൗണ്ട് കേട്ട് എണീച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് അവളുടെ ആന്റിയും അവരുടെ മകനും വന്ന് ഇവളെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഇവളാണെങ്കിൽ അവരെ കണ്ടിട്ട് അവിടുത്തെ കുതിറി മാറി ഓടുകയാണ്. അങ്ങനെ ഇവൾ ഓടി ലാസ്റ്റ് ഇവൾ ഏതോ ഇരുട്ടുള്ള ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതേ സമയം ഇവക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ഇവളെവിടെയാ ചെന്ന് പെട്ടെന്ന് ഇവക്കറിയില്ല. ഇവളെല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഇവളിങ്ങനെ പേടിച്ചോണ്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു നല്ല പ്രകാശം കാണും. ഇതേ സമയം ഇവൾ ആ പ്രകാശത്തിന്റെ പിന്നാലെ പോവുമായിരിക്കും. എന്നാൽ അവൾ ഫോളോ ചെയ്ത ലൈറ്റ് നേരെ കാണിക്കുന്ന അടുത്ത സീനിൽ അവൾ ഡോറ് തുറന്നു വരുന്നതാണ്. സംഭവം അവൾ ഇത്രയും നേരം കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്വപ്നമാണ്. അവൾ ഇപ്പോഴും സ്വപ്നത്തിലാണ്. അവൾ സ്ലീപ്പ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ തന്നെ സാങ് ഉണ്ടാവും. അവനാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ഷവർ കഴിഞ്ഞിട്ട് വരികയായിരിക്കും. ഇതേ സമയം അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉറങ്ങിയില്ലേന്ന്. ഇതേ സമയം ഇവളാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സാങ്ങിനാണെങ്കിൽ അറിയില്ലല്ലോ ഇവള് സ്ലീപ്പ് വാക്ക് ചെയ്യാണെന്ന്. ഇതേ സമയം ഇവനാണെങ്കിൽ ഇവളെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഓ ഒരു ഷവർ ചെയ്ത ഹാൻഡ്സം ആയിട്ടുള്ള ബോയ് മുമ്പ് നിൽക്കുന്ന കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണോ എന്ന് ചോദിക്കും. ഇതേ സമയം ഇവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവന്റെ ഷോൾഡർ മേലേക്ക് ഇങ്ങനെ ചായാണ്. ഇവനൊന്നും ഞെട്ടുന്നുണ്ട്. സംഭവം ഇവക്ക് എന്താ പറ്റിയെന്ന് ഇവൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഇത് തടയുന്നൊന്നുമില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെ പേര് ഒരുപാട് വട്ടം വിളിച്ചിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവളാണെങ്കിൽ അതും കൂടി കേൾക്കുമ്പോൾ ഇവള് പിന്നെ അവനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഹഗ് ചെയ്യാണ്. ഇവള് നന്നായിട്ട് കരയുന്നുമുണ്ട്. ഇതേ സമയം ഇവനാണെങ്കിൽ തിരിച്ച് ഇവളെ ഒന്ന് തലോടണമെന്നുണ്ടാവും, എന്നാലും അവനത് ഒട്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് ഇവൻ പിന്നീട് ഇവളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എത്ര നേരം എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇവളാ പിടുത്തം വിട്ടിട്ട് നേരെ ഇവന്റെ റൂമിലേക്കായിരിക്കും കിടക്കാൻ പോവുക. ആ സമയത്ത് അവൻ പിന്നീട് ഇവളെ പേര് വിളിക്കുന്നുണ്ടാവും. ഇതേ സമയം ഇവള് തിരിഞ്ഞിട്ട് അവന്റെ നേരെ ഇങ്ങനെ വന്നിട്ട് അവനെ പാസ് ചെയ്തിട്ട് അവളുടെ റൂമിലേക്ക് പോകും. സംഭവം ഇവനറിയില്ലേ ഇവള് സ്ലീപ്പ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സാങ് ആണെങ്കിൽ രാത്രി ഒരു പോളെ കണ്ണടിച്ചിട്ടുണ്ടാവില്ല. ഇത് തന്നെ ആലോചിച്ച് കുത്തിരിക്കായിരിക്കും. ഇഫാൻ ആണെങ്കിലോ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എണീക്കായിരിക്കും. സമയം രാവിലെ ആയിട്ടുണ്ടാവും. ഇവളെണീച്ച് ഇവളുടെ ഓരോ കലാപരിപാടികൾ നടത്തുമ്പോൾ തന്നെ ഇവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സാങ്ങിന്റെ ഒരു മെസ്സേജ് ഉണ്ടാവും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇതേ സമയം അവള് റീപ്ലൈ ആയിട്ട് കൊടുക്കും എന്തെന്ന്. പിന്നെ ഇവനാണെങ്കിൽ ഇവൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഇതേ സമയം ഇവള് ചോദിക്കുന്നത്, നീ ഏതെങ്കിലും റോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഇവനാണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടിട്ട് ആ ചാറ്റ് അവിടെ നിർത്തും. ഇവളും തിരിച്ച് തംസ് അപ്പ് ഇടും. രണ്ടുപേർക്ക് സംഭവം ചാറ്റിന്റെ ഒരു ഉള്ളടക്കം മനസ്സിലായിട്ടുണ്ടാവില്ല. ഓഫീസിലേക്ക് റെഡി ആയി പോകാൻ വേണ്ടി നമ്മുടെ ഇഫാൻ നടന്നു വരുമ്പോൾ സാങ് ആണെങ്കിൽ അവിടെ സോഫയിൽ ഒരേ ഇരിപ്പായിരിക്കും ഇരിക്കുന്നത്. ഇതേ സമയം ഇവളാണെങ്കിൽ ആ മെസ്സേജിനെ പറ്റി ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും. ഇതേ സമയം ഇവനാണെങ്കിലോ ഇവളെടുത്ത് പറയുന്നുണ്ട്, ഓ അപ്പൊ നിനക്കൊന്നും മനസ്സിലായില്ലേ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത്, ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ എന്ന് ചോദിക്കും. ഇവളാണെങ്കിൽ ഫയർ വർക്സിന് വരാത്താന്ന് കരുതിയിട്ട് ഇവന്റെ അടുത്ത് പറയും, സോറി ഞാൻ ഇന്നലെ ഭയങ്കര ടയേർഡ് ആയിരുന്നു, അതാ ഇന്നലെ അങ്ങനെ സംഭവിച്ചതെന്ന് പറയും.
അതേസമയം ഇവനാണെങ്കിൽ ഇതൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഇന്നലത്തെ ആ ഹഗ്ഗിനെ പറ്റിയാണ് ഇവള് പറയുന്നതെന്നാണ്. ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്നിട്ട് ഞാൻ എണീച്ച് നിന്നിട്ട് ഇവളടുത്ത് പറയും, ഓക്കെ ഇപ്പൊ നിനക്ക് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ താല്പര്യമില്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ ഞാൻ ഇത് നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നീ എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രമേ ഞാൻ നിന്നെ വിടുള്ളൂ എന്ന് പറയും. ഇതേസമയം ഇവളാണെങ്കിൽ ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇവരുടെ അടുത്ത് ഓക്കെയും പറഞ്ഞു പോകും. ഇതേസമയം സാങ്ങിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവളാണെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് ആലോചിച്ച് ഇവൻ തല പുകഞ്ഞിരിക്കുകയായിരിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇഫാൻ അവളുടെ ഓഫീസിലേക്ക് വരുന്നതാണ്. ഇതേസമയം ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള കൊളീഗ് പ്രഗ്നന്റ് ആയിരിക്കുമല്ലോ. അവള് പറയുന്നുണ്ട് എനിക്ക് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടിക്കാൻ പറ്റിയില്ല, തീരെ ഉറക്കം ശരിയായില്ല. ഇതേസമയം ഇഫാനും പറയുന്നുണ്ട് എനിക്കും ഇന്നലെ രാത്രി തീരെ ഉറക്കം ശരിയായില്ല, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു എന്ന്. എന്നിട്ട് ഇവൾ ആ സ്വപ്നം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ് ഇവളുടെ കൊളീഗിന്റെ അടുത്ത്. ഞാൻ നൈറ്റിൽ ഇങ്ങനെ രാത്രി ഇരുട്ടത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ നടന്നത്, അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു, എങ്ങോട്ടാ പോകേണ്ടെന്ന് അറിയില്ല. ഇതേ സമയം ഞാനൊരു പ്രകാശം കണ്ടു, അങ്ങനെ ഞാൻ ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി ലാസ്റ്റ് അതിന്റെ അടുത്ത് എത്തിയപ്പം അതൊരു സൂര്യനായിരുന്നു. അതേസമയം അവളാണെങ്കിൽ ആ സൂര്യനെ പെട്ടെന്ന് തന്നെ പോയി ഹഗ് ചെയ്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും കിട്ടിയെന്ന്. ഇതേ സമയം നമുക്കറിയാലോ അവൾക്ക് കിട്ടിയ സമാധാനവും സന്തോഷവും സാങ്ങിനെ ഹഗ് ചെയ്തപ്പാണെന്നുള്ള കാര്യം. എന്നിട്ട് ഇവളുടെ ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ടാവും. ഇതേ സമയം ഇവളിത് കാണുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുകയാണ്, ഇവളും സാങ്ങും ഒരുമിച്ച് ഉള്ള സ്കൂൾ ലൈഫിൽ ഇവർ രണ്ടുപേരും കൂടി പഠിക്കുന്ന സമയത്ത് സാങ് ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ തന്ന ബുക്ക് നിനക്ക് കിട്ടിയിരുന്നോ എന്ന്. ഇതേ സമയം ഇവളാണെങ്കിൽ ബാഗിൽ നിന്ന് ആ ബുക്ക് എടുത്ത് നോക്കി ഓരോ പേജ് മറിക്കുമ്പോഴാണ് ഇവനെ എഴുതിയ ഒരു കുറിപ്പ് അവൾക്ക് കിട്ടുക. അത് ഇവൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവളുടെ ഒരു ബുക്കിൽ. ഇതോടെ നമ്മുടെ 8ാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. ഇതുവരെ എന്റെ എപ്പിസോഡ് കണ്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.